വോട്ടെടുപ്പിനിടെ പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം. എത്ര കള്ളവോട്ട് നടന്നാലും 1 ലക്ഷം വോട്ടിന് താൻ വിജയിക്കും. പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യാനെന്നും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരിഹാസം. പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത്. ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളവോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളവോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളവോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല. കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ എത്രയും ഒരു നല്ല കാര്യത്തിനല്ലേ ഇത് പോയത്? പത്മജ വേണുഗോപാലിനെ പരസ്യ സംവാദത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയിൽ ചേരുമെന്ന പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. K. കരുണാകരൻ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും കൊടുക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. BJPയിലേക്ക് കോൺഗ്രസുകാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജന്റാണ് പിണറായി വിജയനെന്നും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആക്ഷേപം. ഞാൻ ഐ എം പ്രിപ്പയർഡ് ടു കം. അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും കൂടെ ഒരുമിച്ചെടുത്ത് ഞങ്ങൾ 2 പേരും കൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ അവരോട് പറ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് പ്രിപ്പയർഡ് ടു ഹാവ് എ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ. തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക, ഞാൻ വരാം. അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്നും അവരെന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോ. മനസ്സിലായോ? ഞാൻ തുറന്ന വെല്ലുവിളി. പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരുമിച്ച് ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ്. ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവർ പറയട്ടെ. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ വികാരഭരിതനായിട്ടാണല്ലോ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത 1-2 പരാമർശങ്ങളും ഉള്ളിൽ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ. അതുപോലെ അതുതന്നെയാണ് വലിയ വികാരപരമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ സമയത്തായിരുന്നു കാസർഗോഡ് പത്മജ വേണുഗോപാൽ എത്തി BJPയിലേക്ക്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ പോകുമെന്ന ഒരു പ്രതികരണം അന്ന് പത്മജ വേണുഗോപാൽ നടത്തിയത്. ആ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ രാജ്മോഹൻ ഉണ്ണിത്താനോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അടുത്ത ദിവസം ഞാൻ പ്രതികരിക്കാമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മറുപടി ഉണ്ടായത്. എന്തായാലും ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു. പത്മജ വേണുഗോപാലിനെതിരെ വ്യാപകമായ ആക്ഷേപം, വ്യാപകമായ വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1973 മുതലുള്ള K. കരുണാകരന്റെ കുടുംബത്തിലെ മുഴുവൻ ചരിത്രവും താൻ വിളിച്ചു പറയുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇന്നത്തെ മറുപടി ഉണ്ടായത്. എന്തായാലും പത്മജ വേണുഗോപാലും മറ്റുള്ള ആളുകളും ചെയ്ത പോലെ താൻ ഒരു കാരണവശാലും ചെയ്യില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകനായി തന്നെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും. കോൺഗ്രസിനെ വെച്ച് വിലപേശുന്ന ഒരു സാഹചര്യം രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പരസ്യമായ സംവാദത്തിന് പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജ വേണുഗോപാലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തനിക്കെതിരെ നടത്തിയ ആക്ഷേപമൊക്കെ തന്നെ താൻ തള്ളിക്കളയുന്നു. എന്തായാലും അത്തരത്തിലുള്ളൊരു ആക്ഷേപം ഒരു കാരണവശാലും ആരും ഉന്നയിക്കാൻ പാടുള്ളതല്ല. കൂടുതൽ മറുപടി ആ കാര്യത്തിൽ പറയുന്നില്ല. എന്തായാലും പത്മജയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. 1973 മുതലുള്ള പത്മജയുടെ ചരിത്രം മുഴുവൻ താൻ പുറത്തു പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പത്മജയ്ക്ക് വീടിന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല എന്നും രാജ്മോഹൻ വിശ്വാസമുള്ളതായി നമുക്ക് തോന്നിയോ? അരുൺ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംവാദം നടത്താൻ പത്മജ വേണുഗോപാൽ തയ്യാറാകും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കരുതുന്നുണ്ടോ? രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജ വേണുഗോപാലിനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെ ഒരു സംവാദം നടത്താൻ പത്മജ തയ്യാറാവണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രധാന ആവശ്യവും അത് തന്നെയാണ്. കാരണം പത്മജ എന്തെങ്കിലും മറ്റു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു പോയാൽ പറ്റില്ല. തനിക്കെതിരെയുള്ള ആക്ഷേപം തൻ്റെ മുന്നിൽ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരോട് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ എവിടെ വെച്ച് ഈ കാര്യം ആവശ്യപ്പെട്ടാലും താൻ വരാം. പത്മജിയും അതുപോലെ തയ്യാറാവണം. എന്ത് ആക്ഷേപമാണെങ്കിലും അതിന് മറുപടി പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറാണെന്നാണ് ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ.
ഒപ്പം കഴിഞ്ഞ ദിവസത്തെ പോളിംഗ് നിലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കുവച്ചിരുന്നു. ഈ ഇടത് കേന്ദ്രങ്ങളിൽ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ പോലുള്ള കേന്ദ്രങ്ങളിൽ വ്യാപകമായ ബൂത്ത് പിടുത്തം നടന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്ന ആരോപണം. അക്കാര്യത്തിലൊരു സമഗ്രമായ അന്വേഷണം വേണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി ചേർന്നത്.